ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം ഹഗ്ഗായിയാണ്. ഹഗ്ഗായി 1:6. നിങ്ങൾ ഏറെ വിതച്ചു, നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. ഹഗ്ഗായി 1:6. നിങ്ങൾ ഏറെ വിതച്ചു, നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിരുമാറുന്നില്ല. കുളിരുമാറുന്നില്ല. കൂലി ലഭിക്കുന്നവന്, കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത്, അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. അതായത് എന്ത് വിഷയം, അതായത് നമ്മുടെ അധ്വാനമില്ലേ വ്യർത്ഥമാകുന്നുണ്ട് പലപ്പോഴും. ഇതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പം നമ്മളെന്ത് ചെയ്യും. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു നോവൽ എഴുതി, അത് 2017 തൊട്ട് 2023 വരെ ഞാൻ 5 കൊല്ലത്തിലാണ് നോവൽ എഴുതിയത്. 1000 പേജാണ്. ഇപ്പം ഗ്രീൻ ബുക്സ് അത് പ്രസിദ്ധീകരിച്ചു. അത് നമ്മുടെ ഭോപ്പാൽ ദുരന്തത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ചെർണോബിൽ എന്ന് പറയുന്ന ആ പ്രമേയത്തിലെ പരിസ്ഥിതിക്കെതിരെ ഉണ്ടാകുന്ന ആദ്യത്തെ കോർപ്പറേറ്റ് ആക്രമണമാണ്. അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പരിസ്ഥിതി പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോവൽ വരണത്. എത്രയോ കഥാപാത്രം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഉള്ള എൻ്റെ അനുഭവം ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലും കാട്ടിലും കടലിലുമൊക്കെ പോയി. പക്ഷേ ഇത് എഴുതാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഈ സാധനം സ്റ്റക്കാവും. കാര്യം ഇത് പെട്ടെന്ന് ഇങ്ങനെ ഭാവന എഴുതണതല്ല. ഇതിനകത്ത് ഇത് ഭയങ്കരമായ ഒരു ബേസ്മെൻറ്റ് വേണ്ട എല്ലാത്തിനും. കാര്യം നടന്ന സംഭവമല്ലേ. പക്ഷേ ഞാൻ പുസ്തകം എഴുതുമ്പോഴൊക്കെ ഇപ്പോൾ കുറേ പുസ്തകം എഴുതി, 10-18 പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ സാംസ്കാരികമുണ്ട്. എനിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തന്നിട്ടുള്ളതാണ്. അത് അവാർഡിൻ്റെ കാര്യം പറയല്ല, ഞാൻ എഴുതുമ്പോൾ ഇടയ്ക്ക് ചില സമയത്ത് സ്റ്റക്കായി പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ സ്വർഗസ്വനായതായെന്ന് ചെല്ലും, പറഞ്ഞോറും ചെല്ലും, അല്ലെങ്കിൽ ഒരു ജോമാലയുടെ ഒരു രഹസ്യം മുഴുവൻ ചെല്ലും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, അപ്പോൾ ഞാൻ സ്റ്റക്കായ സ്ഥലത്തു നിന്ന് കർത്താവ് എനിക്ക് ഇപ്പോൾ റെഫറൻസ് ഗവേഷണ ബുക്കാണെങ്കിൽ എനിക്ക് കർത്താവ് എന്നെ ഗവേഷണം കാണിച്ചു തരും. ഇനി അടുത്ത പോയിൻ്റ് എവിടെ നീ അന്വേഷിക്കേണ്ടത്, അത് ഏത് ബുക്കിലുണ്ട്. ഇത് ഞാൻ ഏതെങ്കിലും ബുക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് പറ്റിയ പോയിൻ്റ് ആയിട്ടൊന്ന് എടുത്ത് വെച്ച് തരും. ദൈവം ഭയങ്കര സംഭവമാണ് കേട്ടോ. വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണം ചേട്ടല്ല, പാട്ടിപ്പൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവത്തിന് ഇഷ്ടമായിരിക്കും. അതാണ് രസം. അതുകൊണ്ട് ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദൈവസ്നേഹം ഉള്ളവർക്കുള്ള ഗുണം അതാണ്. ആ ദൈവവേദങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവം മണ്ടത്തരം ചെയ്താലും ദൈവം കൂടെ നിൽക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്നേഹപൂർവ്വം നാശക്കുഴിയിൽ നിന്ന് അങ്ങനെ വചനമില്ലേ, നാശക്കുഴിയിൽ നിന്ന് സ്നേഹപൂർവ്വം രക്ഷിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 103:4 വായിച്ചേ. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. ദൈവത്തിന് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ, നീ ചെയ്യുന്നതെല്ലാം ശുഭമാവുകയും ചെയ്യുമെന്ന്. അത് അങ്ങനെ നോൻപുകാലത്ത് ഇങ്ങനെയൊക്കെയാണ് വളരേണ്ടത്. അന്നെടുത്ത് നീ ചെയ്യുന്നതെല്ലാം ശുഭമാക്കുകയും ചെയ്യും. ഉൽപ്പത്തി 39:23. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. അത് ദൈവത്തിന് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ, ചെയ്തതൊക്കെ അത് ചെയ്തെന്ന് പറയുന്ന ദൈവം ചെയ്തതൊക്കെ ശുഭമാക്കും. ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുമേ. നമ്മളോട് ഇപ്പോൾ മോസസിൻ്റെ കൽപ്പനകളിൽ ചെയ്തത് അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്ന് വെച്ചാൽ അങ്ങനെയല്ല ദൈവം കൽപ്പന കൊടുക്കുന്നത്, ഡു ആൻഡ് ഡു നോട്ട് എന്ന് പറഞ്ഞ്. പക്ഷേ ദൈവസ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നമുക്ക് മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല, ദൈവം അത് കൺട്രോൾ ചെയ്യുകയും. മറ്റ് ചെയ്യണതെല്ലാം ദൈവം ചെയ്യാൻ പറ്റും, പക്ഷേ ശുഭമാക്കുക എന്നുള്ള വേറെ വിഷയമാണ്. ഇപ്പോൾ പൗലോസ് പറയണില്ലേ, എല്ലാവർക്കും പ്രയോജനമല്ല. പ്രഭാഷണം 37:28. എല്ലാവർക്കും എല്ലാം നന്നല്ല, എല്ലാവർക്കും എല്ലാം നല്ലതല്ല, എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. വിഷയത്തിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശുഭമാക്കുക എന്ന് വേണ്ടി വരണത്. എല്ലാവർക്കും നല്ലതല്ല, എല്ലാവരും എല്ലാം ആസ്വദിക്കണമില്ല.
പിന്നെ എന്ത് ചെയ്യണം? പിന്നെ അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഈ ഭംഗിപ്പെടുത്തൽ വരേണ്ടത്. എന്താണ്? അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ പ്രവൃത്തികളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു ഭംഗിപ്പെടുത്തൽ വേണം. അപ്പോഴെന്ത് പറ്റും? അത് എല്ലാം നല്ലതാണ്, പക്ഷെ എല്ലാം പ്രയോജനകരമല്ല. അങ്ങനെ വാക്കുണ്ട്. 1 കേട്ടാ വായിച്ചേ. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്. ഈ പ്രയോജനകരമാക്കി തീർക്കുന്നത് എന്താണ്? അതാണ് ശുഭമാക്കുകയും ചെയ്തു. ശുഭമാക്കുക ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ദൈവത്തിൻ്റെ സ്പേസാണത്. ഇപ്പം ആൾക്കാർക്ക് പറയുന്നത് എന്തറിയാവോ? അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരിക്കലും ദൈവത്തോട് ഡിസ്കസ് ചെയ്യത്തില്ല. ഓടെ പോകണം, ഞാൻ പോകണ്ട, ഞാനല്ല പോണം, ദൈവമല്ലല്ല. അങ്ങനെ മുഷ്കന്മാരും തണ്ടുരോഗികളൊക്കെ ഉണ്ടാവും. കർത്താവേ, ഇതൊക്കെ ഉണ്ടെങ്കിലും നീയാണ് അവസാനം എനിക്ക് പറയാനുള്ള ആള് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ, അതാണ് ദൈവം എല്ലാം മോസസിൻ്റെ എല്ലാം ശുഭമാക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു ദിവസം ശുഭമാകണത്, അങ്ങനെയാണ് ജീവിതം ശുഭമാകണത്. പ്രൈസ് ദി ലോർഡ്.